എന്തായാലും ഒരുങ്ങി റെഡി ആയി കഴിഞ്ഞ് ഒരു വഴിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു ശീലമായി മാറി. എനിക്കത് ശീലവും സാറക്കുഞ്ഞിനതൊരു ദുശീലമാണോ എന്ന് എനിക്കിപ്പോൾ തോന്നാഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കസ്റ്റമൈസേഷൻ എന്നാ നോക്കാം. ഇന്നൊരു ഗൗൺ ആണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഗൗൺ എന്ന് വെച്ചാൽ വെൽവെറ്റിലാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. റെഡ് കൂടി ഒരു മെറൂൺ ആണ്. അപ്പം അതിൽ റെഡിഷ് കളറാണ് കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നത്. ഒരു കുഞ്ഞു രണ്ട് കാൽപാദങ്ങൾ കാണുന്നുണ്ടാവില്ലേ, അതിന്റെ ക്യാമറാമാന്റെ കാൽപാദങ്ങളാണ്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഓരോ പുതിയ മെറ്റീരിയൽ കാണുമ്പോഴും എനിക്കായിരുന്നു ആദ്യം വട്ട് ഇത് വെച്ച് എന്ത് പ്ലാൻ ചെയ്യാം, എന്ത് ചെയ്യാന്നുള്ളത്. ഇപ്പം ആ വട്ട് നേരെ സാറുമോൾക്ക് കുറച്ച് പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഇടയ്ക്കിടയ്ക്ക് ഓരോ മെറ്റീരിയൽ കാണുമ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഗൗണിൽ അത്യാവശ്യം ഡ്രേപ്പ് ചെയ്തിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യേണ്ടതായത് കാരണം ആദ്യം ഡ്രേപ്പിംഗ് സെക്ഷനൊക്കെ ഞാൻ അങ്ങ് കഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കട്ടിങ് കൊണ്ട് കുറച്ച് സ്റ്റിച്ചിങ് കൊണ്ട് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നൊരു ലുക്ക് ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഇത് നേരിട്ട് കാണാൻ എത്ര ഭംഗിയായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞ് കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാര്യം ഇതൊക്കെ ഓൺലൈൻ നമ്മൾ മെഷർമെന്റ്സ് എടുത്ത് ചെയ്യുന്നതായത് കാരണം വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്തായാലും നമ്മുടെ ഗൗൺ കിട്ടിയിട്ട് കസ്റ്റമർ ട്രൈ ചെയ്ത് നോക്കിയപ്പം അതിൽ പ്രത്യേകിച്ച് ഒരു ഓൾട്രേഷൻ്റെയും പ്രശ്നങ്ങളില്ലാന്നായിരുന്നു എനിക്ക് തന്ന ഇൻഫർമേഷൻ. എന്തായാലും അത് കിട്ടി, അവരതൊന്ന് ഇട്ട് അതിൻ്റെ മെസ്സേജ് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം മറക്കണ്ട, കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഒരുങ്ങി റെഡി ആയി കഴിഞ്ഞ് ഒരു വഴിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു ശീലമായി മാറി. എനിക്കത് ശീലവും സാറക്കുഞ്ഞിനതൊരു ദുശീലമാണോ എന്ന് എനിക്കിപ്പോൾ തോന്നാഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കസ്റ്റമൈസേഷൻ എന്നാ നോക്കാം. ഇന്നൊരു ഗൗൺ ആണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഗൗൺ എന്ന് വെച്ചാൽ വെൽവെറ്റിലാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. റെഡ് കൂടി ഒരു മെറൂൺ ആണ്. അപ്പം അതിൽ റെഡിഷ് കളറാണ് കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നത്. ഒരു കുഞ്ഞു രണ്ട് കാൽപാദങ്ങൾ കാണുന്നുണ്ടാവില്ലേ, അതിന്റെ ക്യാമറാമാന്റെ കാൽപാദങ്ങളാണ്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഓരോ പുതിയ മെറ്റീരിയൽ കാണുമ്പോഴും എനിക്കായിരുന്നു ആദ്യം വട്ട് ഇത് വെച്ച് എന്ത് പ്ലാൻ ചെയ്യാം, എന്ത് ചെയ്യാന്നുള്ളത്. ഇപ്പം ആ വട്ട് നേരെ സാറുമോൾക്ക് കുറച്ച് പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഇടയ്ക്കിടയ്ക്ക് ഓരോ മെറ്റീരിയൽ കാണുമ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഗൗണിൽ അത്യാവശ്യം ഡ്രേപ്പ് ചെയ്തിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യേണ്ടതായത് കാരണം ആദ്യം ഡ്രേപ്പിംഗ് സെക്ഷനൊക്കെ ഞാൻ അങ്ങ് കഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കട്ടിങ് കൊണ്ട് കുറച്ച് സ്റ്റിച്ചിങ് കൊണ്ട് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നൊരു ലുക്ക് ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഇത് നേരിട്ട് കാണാൻ എത്ര ഭംഗിയായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞ് കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാര്യം ഇതൊക്കെ ഓൺലൈൻ നമ്മൾ മെഷർമെന്റ്സ് എടുത്ത് ചെയ്യുന്നതായത് കാരണം വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്തായാലും നമ്മുടെ ഗൗൺ കിട്ടിയിട്ട് കസ്റ്റമർ ട്രൈ ചെയ്ത് നോക്കിയപ്പം അതിൽ പ്രത്യേകിച്ച് ഒരു ഓൾട്രേഷൻ്റെയും പ്രശ്നങ്ങളില്ലാന്നായിരുന്നു എനിക്ക് തന്ന ഇൻഫർമേഷൻ. എന്തായാലും അത് കിട്ടി, അവരതൊന്ന് ഇട്ട് അതിൻ്റെ മെസ്സേജ് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം മറക്കണ്ട, കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി.